ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഞാൻ പറയാം. ഹരികുമാറിലും ശ്രീധുവിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഭവമല്ല. കേരളത്തിൽ ഇന്ന് ആയിരക്കണക്കിന് കുടുംബങ്ങൾക്കുള്ളിൽ സഹോദരനും സഹോദരിയും തമ്മിലുള്ള അവിഹിത ബന്ധങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പല മാതാപിതാക്കളും ഇത് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. ഹരികുമാറിന്റെയും ശ്രീധുവിന്റെയും വാർത്തകൾ കേട്ട് അവരെ കുറച്ച് തെറി പറഞ്ഞതുകൊണ്ട് മാത്രം തീരുന്നൊരു പ്രശ്നമല്ല. നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങൾക്കുള്ളിലേക്ക് പ്രത്യേകമായി ശ്രദ്ധ തിരിക്കുവാൻ തയ്യാറാകണം. നാളെ ഇത്തരത്തിലുള്ളൊരു ദുർവിധി ഒരു കുടുംബത്തിനകത്തും സംഭവിക്കരുത് എന്നുള്ള നിർബന്ധം ഇത് കേൾക്കുന്ന ഓരോ മാതാപിതാക്കൾക്കും ഉണ്ടാകണം. അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൃത്യമായി നിങ്ങൾ നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കണം. പ്രതിദിനം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ കാണുമ്പോൾ ഭയത്തോടും അതിലേറെ ഉത്കണ്ഠയോടും കൂടി ഒരു ശരാശരി മലയാളി ചോദിക്കുന്ന ചോദ്യമാണ്: നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത്? നമ്മുടെ തലമുറയ്ക്ക് എന്താണ് സംഭവിച്ചത്? ഇതൊക്കെ ഇനി നമ്മുടെ വീട്ടിലും സംഭവിക്കുമോ? ഭയമാണ് ജനത്തിന്. കാരണം ഒരു കാലത്ത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വീമ്പ് പറഞ്ഞിരുന്നത് ഏത് ഭൂപ്രദേശത്തെ നോക്കിയാണോ അതേ സ്ഥലം എന്ന് പിശാചിന്റെ തറവാടായി മാറിയിരിക്കുകയാണ്. നടക്കുന്ന വാർത്തകൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു ശരാശരി മലയാളിയുടെ മനസ്സ് ഓരോ മിനിറ്റ് കഴിയും തോറും കൂടുതൽ അരക്ഷിതാവസ്ഥയിലേക്ക് നിപതിക്കുകയാണ്. പഴയൊരു തലമുറ പറയുന്നു, നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാതിരുന്ന വാർത്തകളൊക്കെയാണ് ഇന്ന് നാട്ടിൽ വാർത്തയല്ലാതെയായി മാറിക്കൊണ്ടിരിക്കുന്നത്. പെൺകുഞ്ഞുങ്ങളെ സുരക്ഷിതമായി സ്വന്തം വീടുകൾക്കുള്ളിൽ പോലും പാർപ്പിക്കുവാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് കേരളം എത്തിയിരിക്കുകയാണ്. അച്ഛനെയും ആങ്ങളെയും അമ്മാവനെയും പേരപ്പനെയും ആരെയും വിശ്വസിക്കുവാൻ കഴിയാത്തൊരു കെട്ടകാലം. ആത്മാഭിമാനമുള്ള ധാർമ്മിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന മാതാപിതാക്കൾ അങ്ങേയറ്റം ഭയപ്പെടുന്ന ക്രൂരമായ വൈകൃതങ്ങൾ അരങ്ങേറുന്നൊരു കാലഘട്ടം. അതുകൊണ്ട് തന്നെ കേരളം കൂടെ വാർത്തകളിൽ ഇപ്പോൾ ഇടം പിടിക്കുകയാണ്. ന്യൂസ് ചാനലുകൾ ഓൺ ചെയ്യുവാൻ തന്നെ നമുക്ക് ഭയം തോന്നുന്നു. ഇനി അഥവാ ഈ വാർത്തകളൊക്കെ കുഞ്ഞുങ്ങൾക്കൊപ്പം ഇരുന്ന് കേൾക്കുമ്പോൾ ശ്വാസം നിലച്ചു പോകുന്നത് പോലുള്ള അനുഭൂതിയാണ് ഉണ്ടാകുന്നത്. കേട്ടാൽ അറപ്പുളവാകുന്ന വാർത്തകൾ ഒരു നാടിനെ ആകെ പിടിച്ചു കുലുക്കുകയാണിപ്പോൾ. നവമാധ്യമങ്ങളും ഇന്റർനെറ്റും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഒക്കെ മനുഷ്യ സംസ്കാരത്തിൽ കാതലായ പുരോഗതി, വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്ന് പറയുമ്പോഴും അതിൻ്റെ മറുവശം രതിവൈകൃതങ്ങളുടെയും അശ്ലീലതയുടെയും അതിപ്രസരണവും മയക്കുമരുന്ന് ഉപയോഗവും കുട്ടി ക്രിമിനലുകളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങളുമൊക്കെയാണ്. വിവേകമുള്ള മനുഷ്യർ ജൈവപരമായ കാര്യങ്ങളിൽ പുലർത്തിയിരുന്ന സഹോദരി, സഹോദര, അച്ഛൻ, അമ്മ, മകൻ തുടങ്ങിയ പരിപാവനമായ സംസ്കാരവും ബന്ധവും അതിൻ്റെ അതിർവരമ്പുകളൊക്കെ ഇപ്പോൾ നിസ്സാരമായി ലംഘിക്കപ്പെടുകയാണ്. കേരളം എങ്ങോട്ടാണ് പോകുന്നത്? സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോകൾ അവതരിപ്പിക്കുന്ന ഒരു ശരാശരി വ്ളോഗർ രാവിലെ എഴുന്നേറ്റ് ആദ്യം പരതുന്ന വാർത്ത എവിടെയൊക്കെ അവിഹിത ബന്ധങ്ങൾ പിടിക്കപ്പെട്ടു, ആരൊക്കെ ഇന്ന് പ്രസവിച്ചു, ആരെയൊക്കെ നിഷ്ഠുരമായി കൊലപ്പെടുത്തി എന്നുള്ളതൊക്കെയാണ്. കാരണം അങ്ങനെയുള്ള വാർത്തകൾക്കാണ് അങ്ങാടിയിൽ ഏറ്റവും അധികം വിപണന സാധ്യതകൾ പോലും ഇപ്പോഴുള്ളത്. കേരളത്തിൽ ഇന്ന് ആണും പെണ്ണും മാത്രമേ ഉള്ളൂ. അച്ഛനില്ല, മകളില്ല, സഹോദരനില്ല, സഹോദരിയില്ല, അമ്മയും മകനുമില്ല. പ്രബുദ്ധ കേരളം ഇന്ന് പിഴച്ച കേരളമായി മാറിയിരിക്കുകയാണ്. തലതിരിഞ്ഞ ഒരു തലമുറയാണ് ഇപ്പോൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഞെട്ടലോടുകൂടി നമ്മളൊരു വാർത്ത കേട്ടിരുന്നു. 9ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഒരു കുഞ്ഞിന് ജന്മം നൽകി. പിറന്നു വീണ ആ കുരുന്നുകുട്ടിയുടെ അച്ഛൻ 8ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന തൻ്റെ ആൺ സുഹൃത്താണ്. മാത്രവുമല്ല, പെൺകുട്ടിയുടെ ഏറ്റവും അടുത്ത ബന്ധു കൂടിയായിരുന്നു ഈ 8ാം ക്ലാസ്സുകാരനായ കുട്ടി. ആ വിഷയം ചർച്ച ചെയ്ത് തീരുന്നതിന് മുൻപ് അടുത്ത വാർത്ത എത്തിയിരിക്കുകയാണ്. നെയ്യാറ്റിൻകര താലൂക്കിൽ നിന്നും 2.5 വയസ്സുള്ള ഒരു കുരുന്നു കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് സ്വന്തം അമ്മാവൻ കൊലപ്പെടുത്തിയിരിക്കുന്നു. സംഭവത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ വീണ്ടും ഞെട്ടിക്കുന്ന വാർത്തകളാണ് കേൾക്കേണ്ടി വരുന്നത്. സ്വന്തം സഹോദരനും സഹോദരിയും തമ്മിൽ ദീർഘനാളുകളായി അവിഹിത ബന്ധത്തിലായിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിൽ ബാലരാമപുരത്ത് ഒരു വാടക വീട്ടിൽ താമസമാക്കിയിരുന്ന പാറശാലക്കാരനായ ശ്രീജിത്തിന്റെയും ബാലരാമപുരംകാരിയായ ശ്രീധുവിന്റെയും മകൾ 2.5 വയസ്സുള്ള ദേവേന്ദുവാണ് അതിദാരുണമാംവിധം കൊല്ലപ്പെട്ടിരിക്കുന്നത്. നാട്ടുകാരുടെയും പോലീസിന്റെയും അന്വേഷണത്തിനൊടുവിൽ സ്വന്തം വീടിന്റെ കിണറ്റിനുള്ളിൽ കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിന്റെ ഫലമായി കുഞ്ഞിന്റെ അമ്മയെയും അമ്മാവനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ കുട്ടിയുടെ അമ്മാവൻ ശ്രീധുവിന്റെ സ്വന്തം സഹോദരൻ ഹരികുമാറാണ് ഈ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് എന്ന് താൻ തന്നെ സമ്മതിക്കുകയാണ്. ഈ കുഞ്ഞിന്റെ അമ്മയായ ശ്രീധു സ്വന്തം ഭർത്താവുമായി പിണങ്ങി തന്റെ സഹോദരന്റെയും അച്ഛന്റെയും അമ്മയുടെയും ഒപ്പം അവരുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. പക്ഷേ ഈ കേസിൽ പ്രധാനമായും പോലീസിനെ കുഴച്ച ഒരു കാര്യം, 16 ദിവസങ്ങൾക്ക് മുമ്പ് ശ്രീധുവിന്റെ അച്ഛൻ മരണപ്പെട്ടിരുന്നു. അതിന്റെ 16 അടിയന്തരത്തിനു വേണ്ടി പിണങ്ങി നിന്ന ശ്രീധുവിന്റെ ഭർത്താവ് ആ വീട്ടിൽ വരികയും ചടങ്ങുകൾക്ക് ശേഷം രാത്രിയിൽ ശ്രീധുവിനൊപ്പം ആ വീട്ടിൽ താമസിക്കുകയും ചെയ്തു. അന്ന് രാത്രിയിൽ ഹരികുമാർ ശ്രീധുവിന്റെ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊല്ലുകയായിരുന്നു. ദീർഘനാളുകളായി പിണങ്ങി നിന്നിരുന്ന കുട്ടിയുടെ അച്ഛൻ വീട്ടിൽ വന്നു കയറിയ രാത്രിയിൽ തന്നെ കുഞ്ഞിനെ കൊന്നുകളഞ്ഞാൽ ആ കേസ് നിസ്സാരമായിട്ട് അയാളുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടുവാൻ കഴിയും എന്നുള്ള ഉറപ്പിലായിരുന്നു ഹരികുമാർ ഈ ക്രൂരകൃത്യം നിർവഹിച്ചത്.
ഹരികുമാർ ചിന്തിച്ചതുപോലെ തന്നെ പ്രതിപട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് കുഞ്ഞിന്റെ അച്ഛൻ തന്നെയായിരുന്നു. പക്ഷേ പോലീസിന്റെ ചടുലമായ നീക്കങ്ങളും തുടരന്വേഷണങ്ങളും ഒടുവിൽ അച്ഛനെ പ്രതിസ്ഥാനത്ത് നിന്ന് മാറ്റി പകരം ഹരികുമാറിനെ അവിടെ കൊണ്ടുവന്നെത്തിച്ചു. പോലീസ് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് സഹോദരനും സഹോദരിയും തമ്മിലുള്ള ബന്ധത്തിനപ്പുറത്ത് ഹരികുമാറും ശ്രീതുവും തമ്മിൽ മറ്റൊരു ബന്ധമുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ആങ്ങളെയും പെങ്ങളും തമ്മിൽ ദീർഘകാലങ്ങളായി അവിഹിത വീഴ്ചകളിലായിരുന്നു. ഇരുവരുടെയും വാട്സാപ്പ് ചാറ്റുകൾ പലതും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഡിലീറ്റ് ചെയ്ത പല ചാറ്റുകളും വീണ്ടും ശേഖരിക്കുവാൻ വേണ്ടി രണ്ടാളുകളുടെയും ഫോണുകൾ ഇപ്പോൾ ശാസ്ത്രീയ പരിശോധനകൾക്ക് അയച്ചിരിക്കുകയാണ്. സ്വന്തം പെങ്ങളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുകയും അവരെ സ്വന്തമാക്കുകയും ചെയ്യുവാൻ വേണ്ടി അവരുടെ കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. ഇതിനുള്ളിൽ മറ്റൊരു സൂചന കൂടി വരുന്നുണ്ട്. ചില നാളുകളായി ഹരികുമാറിന്റെ കുടുംബം സാമ്പത്തികമായ തകർച്ചയിലായിരുന്നു. ഈ കുഞ്ഞ് ജനിച്ചതിന് ശേഷമാണ് അങ്ങനെ ഒരു സാമ്പത്തിക തകർച്ചയിലേക്ക് അവർ വലിച്ചിഴക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ ഒഴിവാക്കുക എന്നുള്ളത് ഒരു മന്ത്രവാദിയുടെ ബുദ്ധിയായിരുന്നു. ആ ബുദ്ധി പറഞ്ഞുകൊടുത്ത മന്ത്രവാദിയും ഇപ്പോൾ അകത്തായിട്ടുണ്ട്. ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. 10 മാസം ഉദരത്തിൽ ചുമന്നൊടുവിൽ നൊന്തുപെറ്റ ആ കുഞ്ഞിന്റെ മരണത്തെക്കുറിച്ചുള്ള ഓരോ ചോദ്യങ്ങൾക്കും പരസ്പര വിരുദ്ധമായ മറുപടികൾ നൽകുകയും സ്വന്തം സഹോദരനെ സംരക്ഷിക്കുന്നതുമായ നിലപാടുകളായിരുന്നു തുടക്കം മുതൽ ശ്രീതു പുലർത്തിക്കൊണ്ടുവന്നത്. അതാണ് പോലീസിനെ കൂടുതൽ സംശയങ്ങളിലേക്ക് കൊണ്ടുപോയത്. എന്ന് വെച്ചാൽ സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെടുത്തിയാലും സാരമില്ല, സഹോദരനൊപ്പം ഈ അവിഹിത ബന്ധത്തിൽ മുൻപോട്ട് പോകുവാൻ ശ്രീതു നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. ഭർത്താവിനൊപ്പം താമസിക്കാതെ കലഹമുണ്ടാക്കി സ്വന്തം വീട്ടിൽ വന്ന് സ്വന്തം സഹോദരനൊപ്പം കിടക്ക പങ്കിട്ട് അങ്ങനെ സുഖകരമായി ജീവിച്ചു പോകുവാൻ, അതിന് വിലങ്ങുതടിയാകുവാനുള്ള സാധ്യത ഈ കുഞ്ഞിൽ കണ്ടതുകൊണ്ടാണ് നൊന്തുപെറ്റ ആ കുഞ്ഞിനെ കൊന്നുകളയുവാൻ ഈ അമ്മ തീരുമാനിച്ചത്. എങ്കിലും നിഷ്കളങ്കയായ ഒരു കുരുന്നു കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെ ചെയ്യുവാൻ ഏതമ്മയ്ക്കാണ് മനസ്സ് വരിക? ഇതൊരു സാധാരണക്കാരന്റെ ചോദ്യമാണ്. മനുഷ്യരുടെ ഇടയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ആദ്യമായിട്ടല്ല എന്ന് വേണം പറയുവാൻ. ഇങ്ങനെയൊക്കെയുള്ള സംഭവ കഥകൾ അപൂർവമായെങ്കിലും നമ്മൾ പണ്ടും കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് സമൂഹ മാധ്യമങ്ങൾ പടർന്നു പന്തലിക്കുകയും ഇൻഫർമേഷൻ ടെക്നോളജിയൊക്കെ മനുഷ്യന്റെ എല്ലാ മേഖലകളെയും സ്വാധീനിക്കുകയും ചെയ്തതുകൊണ്ട് എവിടെ ഒരു ഇല അനങ്ങിയാലും അപ്പോൾ തന്നെ നമ്മൾ അറിയുകയാണ്. ഇത്തരത്തിലുള്ള പൈശാചികമായ വാർത്തകൾ കേൾക്കുമ്പോൾ ഒരു കൂട്ടം മാതാപിതാക്കൾ നടുങ്ങുകയാണ്. പല അമ്മമാർക്കും സ്വന്തം ഭർത്താവിനെയും ആൺകുഞ്ഞുങ്ങളെയും പെൺകുഞ്ഞുങ്ങളെയും ഒക്കെ ഒന്നുകൂടി പുനഃപരിശോധന നടത്തേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. പല വീഡിയോകളുടെ കീഴിലും വരുന്ന കമന്റുകൾ ഭയപ്പെടുത്തുന്നതാണ്. പല അമ്മമാരും എഴുതുകയാണ്, എനിക്കുമുണ്ട് ഒരാൺകുട്ടിയും പെൺകുട്ടിയും. ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ഹൃദയം തകരുകയാണ്. എന്തു വിശ്വസിച്ചാണ് കുഞ്ഞുങ്ങളെ വീട്ടിൽ വളർത്തുക? നിരവധി ആൾക്കാർ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നിയമ സംവിധാനത്തെ കുറ്റം പറയുന്നു, ഭരണകൂടത്തെ പ്രതിക്കൂട്ടിലാക്കുന്നു. നിയമം മാറിയതുകൊണ്ടോ ഭരണം മാറുന്നത് കൊണ്ടോ ഒന്നും ഈ പ്രശ്നങ്ങൾക്ക് മാറ്റമുണ്ടാവില്ല. സൗദി അറേബ്യ പോലുള്ള കഠിനമായ നിയമങ്ങൾക്ക് പേര് കേട്ട പല രാജ്യങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നിയമം അവിടെ കട്ടിയായതുകൊണ്ട് തന്നെ ആ നിയമത്തിന്റെ മുൻപിൽ പെടാതിരിക്കുവാൻ, അബദ്ധം പറ്റി വാർത്ത പുറം ലോകത്തൊരിക്കലും എത്താതിരിക്കുവാൻ തക്കതായ മുൻകരുതലുകൾ എടുത്തുകൊണ്ട് തന്നെയാണ് അവിടെയുള്ള പലരും ഇത്തരത്തിലുള്ള അവിഹിത ബന്ധങ്ങളിലേക്കും അവിഹിത വീഴ്ചകളിലേക്കും പ്രവേശിക്കുന്നത്. സൗദി അറേബ്യ പോലെയുള്ള പല രാജ്യങ്ങളെയും കുറിച്ച് നടത്തിയ പല നിരീക്ഷണങ്ങളിലും മനസ്സിലാക്കുവാൻ കഴിഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. നിയമം എവിടെയെല്ലാം കഠിനമാവുമോ അവിടെയെല്ലാം നിയമലംഘനവും കഠിനമായിരിക്കും. നമ്മുടെ നാട്ടിൽ നിയമങ്ങൾക്ക് അത്രയും കാഠിന്യമില്ലാത്തത് കൊണ്ട് ഇതിന്റെ പിൻപിൽ സംഭവിക്കാൻ പോകുന്ന ഭവിഷ്യത്തുകൾ ഇത്രയേ ഉള്ളൂ എന്ന് ഏകദേശം ജനത്തിനൊരു ബോധ്യം വന്നിട്ടുണ്ട്. എന്നാൽ ഇതിനൊക്കെ ലഭിക്കുവാൻ പോകുന്ന ശിക്ഷ കാഠിന്യമുള്ളതായിരിക്കും എന്ന് ജനം തിരിച്ചറിഞ്ഞാൽ അതുകൊണ്ട് ഈ തെറ്റുകളൊന്നും ആരും ചെയ്യാതിരിക്കില്ല. മാക്സിമം മുൻകരുതൽ എടുത്തുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കിരാത വീഴ്ചകളിലേക്ക് അവർ പ്രവേശിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള മൂല്യച്യുതികളിൽ നിന്നും നമ്മുടെ സമൂഹത്തെ രക്ഷിക്കുവാൻ കഴിയുന്ന ഏക പ്രധാനപ്പെട്ട മാർഗം മൂല്യവർദ്ധിത വിദ്യാഭ്യാസമാണ്, ബോധവൽക്കരണമാണ്. ധാർമ്മിക ബോധവും ബന്ധങ്ങളുടെ പരിശുദ്ധിയും ഈ തലമുറയ്ക്ക് കൃത്യമായി ബാല്യകാലം മുതൽ തന്നെ ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. മൊബൈൽ ഫോണുകളുടെ കടന്നുവരവോടുകൂടി 2 വയസ്സുള്ള കുഞ്ഞുൾപ്പെടെയുള്ളവർ മറ്റൊരു മായാലോകത്തിന്റെ പിടിയിലേക്ക് അമർന്നിരിക്കുകയാണ്. ഈ മേഖലയെക്കുറിച്ച് പഠനം നടത്തുന്ന വിദഗ്ധരുടെ അഭിപ്രായ പ്രകാരം ഒരു കൗമാരക്കാരൻ അല്ലെങ്കിൽ ഒരു കൗമാരക്കാരി ഒരു ദിവസം ശരാശരി ലൈംഗിക അതിക്രമങ്ങളുടെയും മയക്കുമരുന്ന് ഉപയോഗത്തിന്റെയും അക്രമവാസനകളുടെയും 1000-ലധികം ദൃശ്യങ്ങളാണ് നൊടിയിടകൾ കൊണ്ട് കണ്ടുവിടുന്നത്. ഇതൊക്കെ അവരിൽ ഉളവാക്കുന്ന ജിജ്ഞാസ നിസ്സാരമല്ല. സ്വന്തം മുറിക്കുള്ളിൽ കൈവെള്ളയിൽ അമർത്തി വെച്ചിരിക്കുന്ന ചെറിയ മൊബൈൽ ഫോണിൽ കാണുന്ന അശ്ലീല ദൃശ്യങ്ങൾ പലതും പരീക്ഷിച്ചു നോക്കുവാൻ ഈ കൗമാരക്കാരന് ലഭിക്കുന്ന ഒരേ ഒരിടം സ്വന്തം വീട് തന്നെയാണ്. മൊബൈൽ ഫോണുകൾക്കുള്ളിൽ കാണുന്ന ദൃശ്യങ്ങൾ മനസ്സിൽ താലോലിച്ചുകൊണ്ട് ആ കണ്ണുകൾ കൊണ്ടാണ് അവൻ സ്വന്തം സഹോദരിയെയും അമ്മയെയും ഒക്കെ നോക്കിക്കാണുന്നത്. അവരുടെ മുൻപിൽ അമ്മയില്ല, പെങ്ങളില്ല, അച്ഛനില്ല, ബന്ധങ്ങളില്ല. മുൻപിലുള്ളത് കേവലം ആണും പെണ്ണും മാത്രം. കാമം മാത്രമാണ് അവരുടെ ഉള്ളിൽ കത്തിജ്വലിച്ചു നിൽക്കുന്നത്. അതിന്റെ പ്രതിഫലനമാണ് 8ാം ക്ലാസ്സുകാരിൽ നിന്നും 9ാം ക്ലാസ്സുകാരി ഗർഭിണിയാകുന്നതും പ്രസവിക്കുന്നതും. സത്യത്തിൽ ലൈംഗികത എന്ന് പറയുന്നതിൽ അച്ഛനും അമ്മയും ആങ്ങളെയും പെങ്ങളും ഒന്നുമില്ല. പ്രകൃതി അങ്ങനെയാണ് നമ്മെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അവിടെയാണ് മനുഷ്യൻ പരിപാവനമായ സംസ്കാരങ്ങളെ കരിപ്പിടിപ്പിച്ചിരിക്കുന്നത്.
അത് മനുഷ്യന് മാത്രമുള്ള പ്രത്യേകതയാണ്. അച്ഛനും അമ്മയും സഹോദരനും സഹോദരിയും ഒക്കെ ഉടലെടുക്കുന്നത് അവിടെയാണ്. കാലഘട്ടം എത്ര മാറിയാലും ആ പരിശുദ്ധിയും പരിപാവനീയതയും ഒക്കെ അതുപോലെ നിലനിൽക്കണമെങ്കിൽ നമ്മുടെ തലമുറയ്ക്ക് ധാർമ്മിക ബോധം പകർന്നു നൽകുന്ന മൂല്യവർദ്ധിത വിദ്യാഭ്യാസം ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. ആഗോളവൽക്കരണത്തിന്റെയും ഉദാരവൽക്കരണത്തിന്റെയും ഒക്കെ ഈ കാലഘട്ടത്തിൽ ഈ മൂല്യവർദ്ധിത വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്നത് തന്നെ പലർക്കും പുച്ഛമാണ്. പണമുണ്ടാക്കുവാൻ വേണ്ടി മാത്രമുള്ള സിലബസുകളാണ് ഇന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ ലൈംഗിക വിദ്യാഭ്യാസം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോഴും ലഭ്യമാകുന്നില്ല. ലൈംഗികതയെക്കുറിച്ചുള്ള തുറന്ന ചർച്ചകൾ വീടുകൾക്കുള്ളിൽ നടത്തുവാൻ മാതാപിതാക്കൾക്ക് പോലും ഭയമുണ്ട്. ഒട്ടുമിക്ക കുടുംബ ബന്ധങ്ങളും ഇന്ന് ബെല്ലും ബ്രേക്കും ഇല്ലാത്ത രീതിയിലാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഞാൻ പറയാം. ഹരികുമാറിലും ശ്രീധുവിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഭവമല്ല. കേരളത്തിൽ ഇന്ന് ആയിരക്കണക്കിന് കുടുംബങ്ങൾക്കുള്ളിൽ സഹോദരനും സഹോദരിയും തമ്മിലുള്ള അവിഹിത ബന്ധങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പല മാതാപിതാക്കളും ഇത് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. ഹരികുമാറിന്റെയും ശ്രീധുവിന്റെയും വാർത്തകൾ കേട്ട് അവരെ കുറച്ച് തെറി പറഞ്ഞതുകൊണ്ട് മാത്രം തീരുന്നൊരു പ്രശ്നമല്ല. നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങൾക്കുള്ളിലേക്ക് പ്രത്യേകമായി ശ്രദ്ധ തിരിക്കുവാൻ തയ്യാറാകണം. നാളെ ഇത്തരത്തിലുള്ളൊരു ദുർവിധി ഒരു കുടുംബത്തിനകത്തും സംഭവിക്കരുത് എന്നുള്ള നിർബന്ധം ഇത് കേൾക്കുന്ന ഓരോ മാതാപിതാക്കൾക്കും ഉണ്ടാകണം. അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൃത്യമായി നിങ്ങൾ നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കണം. മദ്യവും മയക്കുമരുന്നും അശ്ലീല വീഡിയോകളും അവരെ ദുർമാർഗികളും വഴിപിഴച്ചവരുമാക്കി മാറ്റുന്നുണ്ടെങ്കിൽ അതിനെതിരായി കൃത്യമായി തടയണ കെട്ടിക്കൊണ്ട് അതിനെ നിയന്ത്രിക്കുവാനുള്ള കർമ്മ പദ്ധതികൾ അറിവുള്ള ആൾക്കാരുമായി ആലോചിച്ച് കൈക്കൊള്ളേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ പുറത്താരോടും ഇത് പറയാൻ കഴിയില്ലല്ലോ എന്നോർത്ത് വേദനപ്പെടുന്ന ഹൃദയവുമായിട്ട് വിങ്ങിപ്പൊട്ടി നടക്കുന്നുണ്ടെങ്കിൽ കുറഞ്ഞ പക്ഷം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അധ്യാപകരെയെങ്കിലും ഈ വിവരം അറിയിക്കുകയും അവർക്ക് കൃത്യമായ കൗൺസിലിങ്ങുകൾ നൽകി യഥാർത്ഥ വഴിയിലേക്ക് അവരെ മടക്കി വരുത്തുവാനുള്ള സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കണം. ഈ ധാർമ്മിക ബോധം എന്നൊക്കെ പറയുന്നതിൽ ആത്മീയതയ്ക്ക് വ്യക്തമായൊരു പങ്കുണ്ട്. ആത്മീയത എന്ന് കേൾക്കുമ്പോൾ മതങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതും ഇന്ന് നാം കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ചല്ല പറഞ്ഞു വരുന്നത്. അതിനപ്പുറം യഥാർത്ഥ സ്പിരിച്വാലിറ്റി എന്താണ് എന്ന് നാം പഠിക്കണം. അത് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അവരാരാണ് എന്ന് യഥാർത്ഥമായി അവരെ കണ്ടെത്തുവാൻ പഠിപ്പിക്കുന്നതാണ് യഥാർത്ഥ ആത്മീയത. ആത്മീയതയിൽ മതങ്ങളില്ല, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നുമില്ല. അത്തരത്തിലുള്ള ധാർമ്മിക ചിന്താഗതികളിലേക്ക് ഈ തലമുറയെ മടക്കി വരുത്തുവാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ കനത്ത വില കൊടുക്കേണ്ടി വരും. ചില നാളുകൾ കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നിഷിദ്ധ സംഗമങ്ങളും അവിഹിത ബന്ധങ്ങളും ഒന്നും നമുക്ക് വാർത്തയല്ലാതെയായി മാറും. ഒട്ടനവധി ശ്രീധുമാരെയും ഹരികുമാറുമാരെയും ഒക്കെ മുൻപോട്ടുള്ള യാത്രക്കിടയിൽ നമുക്ക് പരിചയപ്പെടേണ്ടതായിട്ടും വരും.